ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒമാൻ മലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് യാത്ര പോകുന്നത് ഒമാനിലെ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസിയായ മാസിൻ ബിൻ ഗദൂബ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്കാണ്. സമായിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 70 കിലോമീറ്ററോളം ഇങ്ങോട്ട് ദൂരമുണ്ട്. ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒട്ടും മടിക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാസിൻ ബിൻ ഗദൂബ, അതെ, ഒമാനിലെ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസി. 6-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ ഒമാനികൾ ചെയ്തു വന്നിരുന്നത് ബിംബാരാധനയാണ്. അന്ന് അദ്ദേഹം ഫെറ്റിഷ് എന്ന് വിളിക്കുന്ന ഒരു ബിംബത്തെയാണ് വിശ്വസിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും. ഫെറ്റിഷ് എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഈ പേര് വന്നിട്ടുള്ളത്. മനുഷ്യനിർമ്മിതമായ വസ്തുവാണിത്. ഇതൊരു ബിംബമോ അതോ മറ്റു വസ്തുക്കളോ ആകാം. ഇതിന് അമാനുഷിക ശക്തികളുണ്ടെന്നും ദൈവമാണെന്നും ഈ ജനത വിശ്വസിച്ചു പോന്നിരുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ചരിത്രം, ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ ചരിത്രം ഒമാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കളക്ട് ചെയ്തതും അതുപോലെ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് കിട്ടിയ ഡീറ്റെയിലുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് വരാനുണ്ടായ കാരണങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ മാസിൻ എന്ന ഈ വ്യക്തിയുടെ മാതാവിന് രോഗം ബാധിക്കുകയും അത് മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആരാധിക്കുന്ന തൻ്റെ ഫെറ്റിഷിനോട് തൻ്റെ മാതാവിൻ്റെ അസുഖം ഭേദമാക്കാൻ ആവശ്യപ്പെടുകയും അതിനായി വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചതായി കാണുകയും അതുകണ്ട് പ്രകോപിതനായ മാസിൻ തൻ്റെ ഫെറ്റിഷിനെ തല്ലി ഉടച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഉടച്ചതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് തൻ്റെ ദൈവമല്ലെന്നും അതിന് അമാനുഷികമായ ശക്തികളൊന്നും ഇല്ലെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മാസിൻ കേൾക്കുന്നത്. അങ്ങനെ നബി തങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം യാത്ര തിരിക്കുകയായിരുന്നു. ഇവിടെയാണ് മാസിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് ഈ ഈത്തപ്പനത്തോട്ടത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ മാസിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ് കാണാം. ഡയറക്ഷൻ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ കാലഘട്ടമായതിനാൽ പരിസരത്തുള്ള ഒമാനികൾ അധികം ആളുകൾ കൂടുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വന്നു പോകാനും അവിടെ അധിക നേരം തങ്ങാനും ഒന്നും അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് നമുക്ക് പകർത്താൻ അവിടെ കഴിഞ്ഞില്ല. മുഹമ്മദ് നബിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. തന്നെ നല്ലവനാക്കാനും സ്വഭാവ ഗുണം നിറഞ്ഞവനുമാക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രവാചകരോട് ആവശ്യപ്പെടുകയും ഒപ്പം ഒമാനിലേക്ക് പോകാനും അവിടം ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും സുരക്ഷിതവും സമ്പന്നവുമായ രാജ്യമാക്കാനും പ്രവാചകരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ചെയ്തു. ഒമാനിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഒമാനിലെ ആദ്യത്തെ മുസ്ലിം പള്ളി അദ്ദേഹം നിർമ്മിച്ചു. മസ്ജിദ് അൽ മിദ്മാർ, മസീന്റെ പള്ളി എന്നാണ് പള്ളിയുടെ പേര്. 1979 ഈ പള്ളി പുതുക്കി പണിയുകയും ചെയ്തു. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കത്ത് ലഭിച്ച ശേഷം അക്കാലത്തെ ഒമാനിലെ 2 രാജാക്കന്മാരായ ജുവാഫറും അബ്ദു ഇബനി അൽ ജലദ്ദിയും ഇസ്ലാം മതം സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ കരുണ ഗുബൈറയിലെ ജനങ്ങളോട്, അതായത് ഒമാനി ജനതയ്ക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഖലീഫ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒമാനിലെ ജനങ്ങളോട് പറഞ്ഞു: ഒമാൻ ജനങ്ങളെ, പ്രവാചകൻ നിങ്ങളുടെ ദേശത്തേക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വമേധയാ ഇസ്ലാം മതം തിരഞ്ഞെടുത്തു. മറ്റു അറബികൾ അദ്ദേഹത്തെ എതിർത്തതുപോലെ നിങ്ങൾ അദ്ദേഹത്തെ എതിർത്തില്ല. അള്ളാഹു നിങ്ങളെ ദയയോടെ ഒരുമിപ്പിക്കട്ടെ. മാസിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ്
ഈ ബിംബം അദ്ദേഹത്തോട് സംസാരിക്കുകയും ഫെറ്റിഷ് എന്ന് പറയുന്ന ഈ ബിംബം അദ്ദേഹത്തോട് സംസാരിക്കുകയും പ്രവാചകനായ മുഹമ്മദ് നബിയെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തു എന്നുള്ളൊരു ചരിത്രവും ഇവിടെയുണ്ട്. പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഫലമെന്നതുകൊണ്ടായിരിക്കണം തന്നെ ഒമാനി ജനത ഏറ്റവും നല്ല ജനതയായി മാറിയത്. അവരുടെ സ്നേഹവും ആദരവും സ്വീകരണവും എല്ലാം വ്യത്യസ്തമാണ്. മറ്റു രാജ്യങ്ങളിലെ അറബികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നാം അത് അനുഭവിച്ചറിഞ്ഞവരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും മടിക്കേണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒമാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.